ഗായ്സ്, നമുക്കിന്ന് നല്ല കൊഞ്ചനാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചനാണ്. അപ്പോൾ ഈ ഒരു കൊഞ്ചൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. ആ വേവിച്ചെടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ടൊരു ഉള്ളി, അതുപോലെ തന്നെ വല്ലുള്ളി കേട്ടോ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായി കട്ട് ചെയ്തതിന് ശേഷം വഴറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മസാല പോലെ, കൊഞ്ചം മസാല എന്നൊക്കെ പറയുന്ന പോലെ എൻ്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വഴണ്ടൊന്ന് റെഡിയായി വരുമ്പം ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാല. അത് ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും അത് ചിക്കനിലൊക്കെ ഇട്ടാൽ സൂപ്പറാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് നമ്മുടെ മെയിൻ താരമായ ഒരാൾ വരുന്നുണ്ട്. അതായത് വേവിച്ചും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കൊഞ്ചൻ ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇത് അത്യാവശ്യം ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയതാണ്. അങ്ങനെ അതും കൂടെ കൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.